പ്രിയമുള്ളവരെ, ഇന്ന് കഥ പറയുന്ന കല്ലുകൾ വീണ്ടും കർത്താവിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന ദിവസമാണ്. നിങ്ങൾ നോക്കിയേ, ഇത് മധുബഹായിലെ കർത്താവിന്റെ ബലിപീഠം. കർത്താവിന്റെ ഖബറിടത്തിന് സദൃശമാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ഖബറിടത്തിന് തൊട്ടു താഴെ ഞാൻ പറയും മറ്റൊരു ഖബർ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ, പരാജയങ്ങളെ, ചെയ്തു പോയ തെറ്റുകളൊക്കെ ഈ ഖബറിടത്തിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് നിത്യകാലത്തോളം ഇവിടെ ഉണ്ടാകും. ഇത് നമുക്ക് അറിയാം, ജോലി പാസ്റ്റ് മരിച്ചുപോയ ആളുടെ സാന്നിധ്യമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ പലരുടെയും കല്ലുകൾ തന്നെ മരിച്ചുപോയവരുടെ ഓർമ്മകളായിട്ട് ഇത് അവശേഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഇന്നും നാളെയൊക്കെ ഈ ലോകത്ത് വേർതിരിഞ്ഞു പോകാനുള്ളതാണ്. അപ്പോഴും എൻ്റെ സാന്നിധ്യത്തിന്റെ പ്രതീകമായി കർത്താവിന്റെ ഈ ബലിപീഠത്തിനരികെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ, എൻ്റെ ഓർമ്മകൾ കർത്താവിന്റെ ബലിപീഠത്തിൽ അവശേഷിപ്പിക്കാൻ ഈ കല്ലുകൾ ഇവിടെ ഉണ്ടാകും. ബലി അർപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഈ കല്ലുകളിലൂടെ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഓർമ്മിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്ന് ഈ കഥ പറയുന്ന കല്ലുകൾ സമർപ്പിക്കപ്പെടാണ്. ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. ഈ ഇടവ മധ്യസ്ഥയായ പരിശുദ്ധ മാതാവിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. സ്നേഹത്തിൻ കൂട്ടായ്മ ഘോഷിക്കും പരിശുദ്ധ മാതാവിൻ പുണ്യാലയം. ഇസ്രായേലിൻ കാനാൻ ദേശം പോൽ തേനൂറും വിസ്മയഭൂമിതാ. ഇസ്രായേലിൻ കാനാൻ ദേശം പോൽ തേനൂറും വിസ്മയഭൂമിതാ. ദാഹം ശമിപ്പിച്ചിടും ജീവന്റെ നീർച്ചാലി ദേവാലയം. വിജ്ഞാന ദീപമായി ശോഭിച്ചിടാൻ അഭിമാനമുദ്രയായി വിദ്യാലയം. പുണ്യം പോക്കുമി ബസ്രോമയിൽ കാനദേശം പോൽ തേനൂറും വിസ്മയഭൂമിതാ. ഇസ്രായേലിൻ കാനദേശം പോൽ. ഇന്ന് രാവിലെ മുതൽ ഉച്ചതിരിഞ്ഞ് 4 മണി വരെ ഈ കഥ പറയുന്ന കല്ലുകൾ കർത്താവിന്റെ ബലിപീഠത്തിൽ സമർപ്പിക്കാനുള്ള അവസരം എല്ലാവർക്കും. ഇത് നാനാജാതി മതസ്ഥരെന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ദേവാലയമാണ്. തിരുനാൾ ദിനത്തിൽ നോക്കിയാൽ അറിയാം, ഒരുപാട് മനുഷ്യർ, കത്തോലിക്കരല്ലാത്ത ഒരുപാട് മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ച് അഭയം കണ്ടെത്തി പോകുന്ന ഇടമാണ്. പലരുടെയും കമന്റുകൾ വെബ്സൈറ്റിൽ ഇടുന്നുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ശാന്തി അത് അതിമനോഹരമാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണലായി നിലകൊള്ളും പകൽ വീടതും ഈ നാടിനും ദേശവാസികൾക്കും തുണയായിടും ഈ മരിയാലയം. ഇസ്രായേലിൻ കാനാൻ ദേശം പോൽ തേനൂറും വിസ്മയഭൂമിതാ. ദശവർഷത്തിൻ പൊൻപ്രഭയിൽ ആനന്ദ